ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സൂര്യയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന വരുണിനെയാണ്. വരുൺ സൂര്യയ്ക്ക് തട്ടുകടയിൽ നിന്നും ചായ വാങ്ങിക്കൊടുക്കുകയും തുടർന്ന് പുഴയ്ക്കരികിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം സൂര്യയോട് വരുൺ പറയുകയാണ്, ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഏട്ടന് കരയണമെങ്കിൽ കരയാം. ഏട്ടൻ്റെ മനസ്സിൽ വിഷമങ്ങൾ നിറയുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്ന സൂര്യ പറയുകയാണ്, എടാ അവളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവൾക്കും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടാകില്ലേ? എത്ര നാളെന്ന് കരുതിയാ എന്നെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് സൂര്യ. ഇത് കാണുന്ന വരുൺ പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ ഒരിക്കലും എനിക്കൊരു ഭാരമേ അല്ല. അങ്ങനെ ഏട്ടനും അനിയനും കൂടി കരയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. കൽപ്പന തൻ്റെ അനിയത്തി റോഷ്നിയെ വിളിക്കുകയാണ്. നിനക്ക് നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ ട്രീസയുടെ എൻഗേജ്മെൻ്റ് ആണെന്നും അതിനെനിക്ക് എന്താണെങ്കിലും പോകണമെന്നും റോഷ്നി പറയുന്നു. എന്നാലേ ഒരു കാര്യം ചെയ്, 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് നീ ഇങ്ങോട്ടേക്ക് വാ. അതെന്തിനാ ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? എനിക്ക് കുറേ പേരെയൊക്കെ കാണുമ്പോഴേ ശ്വാസം മുട്ടും. ഞാൻ പറയുന്നത് നിൻ്റെ ഫ്യൂച്ചറിനെ കരുതി മാത്രമാണ്. നീ നാളെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അധികം വൈകാതെ നിനക്കിവിടെ എൻ്റെ അതേ സ്ഥാനം ലഭിക്കും. തുടർന്ന് തൻ്റെ മനസ്സിലുള്ള പ്ലാനെല്ലാം റോഷ്നിയോട് പറയുകയാണ് കൽപ്പന. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ എല്ലാം മനസ്സിലായെന്നും ഞാനിപ്പോൾ തന്നെ പുറപ്പെടുകയാണെന്നും റോഷ്നി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രമാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് പരിപാടികൾ നടക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അമ്പലത്തിൻ്റെ അകത്തിരുന്ന് വിളക്കുകൾ തുടച്ച് വൃത്തിയാക്കുകയാണ് യശോദയും മുത്തശ്ശിയും. പെട്ടെന്ന് അങ്ങോട്ടേക്ക് രാധിക വരികയാണ്. പുറത്തുനിന്ന് തൻ്റെ കണ്ണനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന രാധികയെ കാണുമ്പോൾ യശോദ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അമ്മ എന്തിനാ അമ്മേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നത്? എൻ്റെ മോളിങ്ങനെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമമാകുന്നുണ്ടെന്ന് യശോദ പറയുമ്പോൾ, അമ്മ വിഷമിക്കേണ്ട, കണ്ണൻ എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് എനിക്കതത്ര പ്രശ്നമൊന്നുമല്ലെന്ന് രാധിക പറയുന്നു. അമ്മയുടെ എല്ലാവരും തിരക്കുന്നുണ്ടാകും, അമ്മ പോകാൻ നോക്കാൻ പറഞ്ഞ് രാധിക യശോദയെ അകത്തേക്ക് വിടുന്നു. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. ജന്മാഷ്ടമിയുടെ പൂജ നടത്തുന്ന പത്മിനിയാണ് കാണിക്കുന്നത്. അങ്ങനെ പൂജ കഴിഞ്ഞതിന് ശേഷം വരുൺ ബിജുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ എവിടേക്ക് പോവുകയാണെന്ന് എല്ലാവരും ചോദിക്കുന്നു. അത് പിന്നെ ഇവിടെ അടുത്തൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടെ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നാണ് പറഞ്ഞത്, അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് വരുൺ പറയുമ്പോൾ, വൈകിട്ടല്ലേ പരിപാടികളൊക്കെ, അപ്പോൾ പോയാൽ പോരെ എന്ന് കൽപ്പന ചോദിക്കുന്നു. അതൊന്നും ശരിയാകില്ല, അതിനു മുമ്പേ ചില അത്ഭുതങ്ങളെല്ലാം നടന്നാലോ, വരുണിൻ്റെ ക്യാമറയ്ക്ക് അതൊക്കെ ഒപ്പിയെടുക്കാമല്ലോ എന്ന് ബിജു പറയുമ്പോൾ മുത്തശ്ശി കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഇറങ്ങാൻ നേരം റോഷ്നി അങ്ങോട്ടേക്ക് വരികയാണ്. റോഷ്നിയെ കണ്ടയുടൻ തന്നെ കൽപ്പന വരുണിനെ പിടിച്ചു നിർത്തുന്നു. ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് വരുൺ പറയുമ്പോൾ ഞാനും ഒപ്പം വരാമെന്ന് റോഷ്നി പറയുന്നു. വേണ്ട, അതൊന്നും വേണ്ട, ഞങ്ങൾ പൊക്കോളാം, അതിനു മുമ്പ് ഞങ്ങൾക്ക് 1-2 സ്ഥലങ്ങളിൽ കൂടി പോകാനുണ്ടെന്ന് വരുൺ പറയുന്നു. റോഷ്നി പിന്നെയും വരുണിൻ്റെ പിന്നാലെ പോകാനൊരുങ്ങുമ്പോൾ സൂര്യ റോഷ്നിയെ പിടിച്ചു നിർത്തുകയാണ്. റോഷ്നി ഇവിടെ വാ, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന് സൂര്യ പറയുമ്പോൾ ഏട്ടനോട് ഞാൻ എന്ത് സംസാരിക്കാനാണെന്ന് റോഷ്നി ചോദിക്കുന്നു. അത് ശരിയാ, എൻ്റെ അടുത്ത് സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനാകില്ലല്ലോ. ഇത് കേൾക്കുന്ന എല്ലാവരും വിഷമത്തോടെ സൂര്യയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ദേവനാരായണൻ്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, അത് പിന്നെ തിരുമേനി, കോലം വരയ്ക്കാനുള്ള സോമശേഖരൻ ഇന്ന് വരില്ല. അയാൾ അവിടെ ഗംഗാധരൻ തിരുമേനിയുടെ കൂടെ നടക്കുന്നത് കണ്ടതാ, വെള്ളമടിച്ച് പെരുവഴിയിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കൊടിയേറ്റം മുതൽ ഇതുവരെ തടസ്സങ്ങളൊന്നും വന്നില്ലായിരുന്നു എന്നൊക്കെ പ്രസിഡന്റ് പറയുമ്പോൾ ഈ സമയത്ത് ആരെ അന്വേഷിക്കാനാണെന്ന് തിരുമേനിയും ചോദിക്കുന്നു. തുടർന്ന് ദേവനാരായണൻ പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ തിരുമേനി, കളമെഴുതുന്ന ആരെയെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി, എത്ര ദൂരെയാണെങ്കിലും ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ടുവരാം. എൻ്റെ മകൾ രാധികയ്ക്ക് കളമെഴുതാൻ അറിയാം, പക്ഷേ നടക്കകത്തേക്ക് കയറാൻ അവൾക്ക് വിലക്കല്ലേ എന്ന് തിരുമേനി പറയുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ്, എൻ്റെ തിരുമേനി, ഞങ്ങളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല, ആ കുട്ടിക്ക് മാത്രമേ നമ്മളിപ്പോൾ രക്ഷിക്കാനാകൂ. ചിലപ്പോൾ ഇതാകും കണ്ണൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തിരുമേനി രാധികയെ വിളിക്കാനായി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഇന്ന് ജന്മാഷ്ടമിയാണ്, എൻ്റെ മോള് എന്നെ വിട്ടുപോയ ദിവസം, എനിക്കൊന്ന് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോകണമെന്ന് ശ്യാമ പറയുമ്പോൾ ഇവിടെ അടുത്ത് ശ്രീകൃഷ്ണപുരം എന്നൊരു ക്ഷേത്രമുണ്ടെന്നും അവിടുത്തെ ജന്മാഷ്ടമി ആഘോഷങ്ങളെല്ലാം പ്രസിദ്ധമാണെന്നും അശ്വതി പറയുന്നു. അങ്ങനെ അശ്വതിയും ശ്യാമയും കൂടി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.